ഹലോ, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ജ്യോതിർഗമയ SKN40 രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു. മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന മുദ്രാവാക്യം കേരളത്തിലുടനീളം അലയടിപ്പിച്ച് നമ്മൾ നമ്മുടെ പോരാട്ടം തുടരുകയാണ്. നാടിൻ്റെ ഓരോ കോണിൽ നിന്നും ഒരുപാട് പിന്തുണ നമുക്ക് ഈ രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയ്ക്ക് ലഭിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞമാണ് ഒരു കൊല്ലം നമ്മൾ നടത്താൻ പോകുന്നത്. അതിൻ്റെ പുതിയ ഒരു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നമ്മൾ ഒരു ഒളിപ്പുറ യുദ്ധമല്ല, നേരിട്ട് നടന്ന യുദ്ധമാണ്. ഈ മയക്കുമരുന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന എല്ലാ മാഫിയ സംഘങ്ങളും കേരളത്തോട് വിട പറഞ്ഞു പോകണമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് നമ്മൾ ആരംഭിക്കുന്നു. നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഈ ജ്യോതിർഗമയെ അവതരിപ്പിക്കാൻ എനിക്കൊപ്പം രണ്ടുപേരും കൂടിയുണ്ട്. പ്രവിത ലക്ഷ്മിയും കൃഷ്ണ ചെറിയാനും വരുന്നു. വെൽക്കം 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 കൃഷ്ണ, വെൽക്കം പ്രവിത ലക്ഷ്മി. അപ്പോൾ മയക്കുമരുന്നുമായിട്ട് ഗുഡ് മോർണിംഗ് മയക്കുമരുന്നുമായിട്ട് ബന്ധമില്ലാത്ത രണ്ട് സ്ത്രീജനങ്ങൾ ഇടവും വല്ല നിന്ന് ലഹരിയുമായിട്ടേ ബന്ധമില്ല ഉണ്ടല്ലോ, ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ എനിക്കൊരു ആത്മവിശ്വാസമായി, ഒരു കരുത്തായി. ഈ പുരുഷന്മാർ നിൽക്കുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ നമുക്ക് എവിടുന്നോ ഒന്ന് കോച്ചി വലിക്കുന്നുള്ളൂ തോന്നും. ഇനി കാണൂ, അല്ല മയക്കുമരുന്നല്ല, അല്ല മറ്റുള്ള ലഹരി. കൊമേഴ്സ് ആണ് ലഹരി, എക്കണോമിക്സ് ആണ് ലഹരി, പ്രവിധയ്ക്ക് ഡാൻസ് ആണ് ലഹരി, സൈക്കോളജി അറിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനിയിപ്പോ ആദ്യം നമുക്കൊരു സ്റ്റോറിയിലേക്കാണ് പോകേണ്ടത്. മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന മുദ്രാവാക്യം നാടും നഗരവും ഏറ്റെടുക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയുണ്ട്. കേരളത്തിലുടനീളം പല റെയ്ഡുകളും നടക്കുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ അകത്തായി കഴിഞ്ഞു. പുറത്തുള്ള ആൾക്കാർ പക്ഷേ അക്രമകാരികളും അപകടകാരികളുമാണ്. അവരെ കൂടി പിടിക്കാൻ എക്സൈസും പോലീസും കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. വലിയ പിന്തുണ 24 ഈ പുതിയ യജ്ഞത്തിന് ലഭിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മീഡിയയിലെ ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞം ഇത് തന്നെയായിരിക്കും. വിനോദ വിജ്ഞാന സദസ്സുകളുമായ ലഹരിയുടെ ഭീകരത കഴിയുന്നത്ര ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കലാലയങ്ങളിലൊക്കെ പലവിധമായ പരിപാടികളിലുമായി നമ്മൾ പോകുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ കണ്ട ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഓർമ്മകളിലേക്ക് ഒന്നുകൂടെ ഒരു ഇത്തിരി കുളിർമഴ പെയ്യിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് കാണിച്ചിരുന്നു. ഓഗസ്റ്റ് 3 തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയ കഴിഞ്ഞയാഴ്ച ജില്ലാതല ഉദ്ഘാടനങ്ങളിലേക്ക് കടന്നു. കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനത്തിന്റെയും ബോധവൽക്കരണ പരിപാടികളുടെയും വിവരങ്ങൾ 24 പ്രേക്ഷകർക്ക് മുൻപിലെത്തിച്ചിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആശംസയുമായാണ് ജ്യോതിർഗമയ കഴിഞ്ഞയാഴ്ച തുടങ്ങിയത്. നിങ്ങളുടെ ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. 24-നെയും ശ്രീകണ്ഠൻ നായരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളൊരു ക്രൂസൈഡ് എന്ന നിലയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ DCP അരുൺ കെ പവിത്രൻ നിർവഹിച്ചു. ബഥനി നവജീവൻ ഫിസിയോതെറാപ്പി കോളേജിൽ വെച്ചാണ് തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം നടന്നത്. GS പ്രദീപാണ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചത്. പൊതുവായി എല്ലാ മനുഷ്യർക്കുമുള്ള ലഹരികൾ, മൃഗങ്ങൾക്കുമുള്ള ലഹരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാപ്പിനെസ് ആണ്. നമുക്ക് സന്തോഷം കിട്ടുക എന്നത് തന്നെയാണ് പ്രധാനം. മറ്റൊന്ന് സ്വാഭാവികമായും അറിവാണ്. മൂന്നാമത്തേത് വിജയവും ആണ്. ഈ 3 ലഹരികൾ ആണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന തിരിച്ചറിവ് മതി സോക്കോൾഡായ അപകടങ്ങളിൽ നിന്ന് മുക്തരാകാൻ. ജ്യോതിർഗമയെ അഭിനന്ദിച്ചുകൊണ്ട് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും പ്രേക്ഷകർക്ക് മുൻപിലെത്തി. ലഹരിയുടെ യഥാർത്ഥ വിപത്ത് എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. ലഹരിവിരുദ്ധ ഗാനവുമായി നടൻ ടിനി ടോമും ആറന്മുളയിലെ വഞ്ചിപ്പാട്ട് സംഘവുമെല്ലാം ആവേശമായി ജ്യോതിർഗമയ്ക്കൊപ്പം ചേർന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ജയരാജൻ മാസ്റ്ററും ലഹരി തുടച്ചു നീക്കണം എന്ന ആവശ്യവുമായി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ സത്യഗ്രഹമിരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ പത്മാവതി ദമ്പതികളും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഉദാഹരണങ്ങളാണ്. ജ്യോതിർഗമയ ലക്ഷ്യത്തിലേക്കുള്ള ജൈത്രയാത്ര തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് 24.
അപ്പൊ SKN പ്രവീണ, നമ്മൾ ആദ്യത്തെ ആഴ്ച ഇതിപ്പോ വിജയകരമായ 3-ാം വാരത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ആദ്യത്തെ ആഴ്ച തിരുവനന്തപുരത്തായിരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോടേക്ക് പോയി. ഇനി നമ്മൾ മധ്യഭാഗത്ത് കൊച്ചിയിൽ വന്ന് നിൽക്കുകയാണ്. കൊച്ചിയിലെ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ. ഓരോ സ്കൂളുകളും നമ്മളോടൊപ്പം ആവേശോജ്വലമായ ഒരു യാത്രയിൽ അങ്ങ് പങ്കെടുക്കുകയാണ്. അപ്പോൾ SKN 40 2-ാം ഘട്ടമായ ജ്യോതിർഗമയയ്ക്ക് ഐകദാർഢ്യവുമായി എറണാകുളം കലൂരിലെ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ ഫ്ലാഷ് മോബും ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമായി വിദ്യാർത്ഥികൾ അങ്ങ് അണിനിരക്കുകയായിരുന്നു. സർഗാത്മകതയും കായികക്ഷമതയുമാണ് ലഹരിക്ക് ബദലെന്ന് കുട്ടികളോട് സംബന്ധിച്ച എക്സൈസ് ഇൻസ്പെക്ടർ സലീം കുമാർ ദാസ് പറഞ്ഞു. ലഹരിക്കെതിരായ പോരാട്ടം ജ്യോതിർഗമയ ഏറ്റെടുത്ത് കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ പെടാതിരിക്കാൻ വിദ്യാർത്ഥികൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ സലീം കുമാറിന്റെ ഉപദേശം. കുട്ടികളുടെ ഇടയിൽ തന്നെ ഇന്റലിജൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മളെക്കാട്ടി കൂടുതൽ കുട്ടികൾക്ക് തന്നെ നമുക്കിപ്പോൾ ലഹരി വിരുദ്ധ ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിലെ മെമ്പേഴ്സിനെ യൂസ് ചെയ്ത് കൂടുതൽ ഇന്റലിജൻസ് അവരുടെ ഇടയിൽ കളക്ട് ചെയ്യാനും, പിന്നെ മോശമായി കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പെർഫോമൻസ് അപ്രൈസൽ മാത്രമല്ല മാനേജ്മെൻറ്റ് രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവന്ന് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും ഒരു ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ ഇൻ്റലിജൻസ് വർക്കൗട്ട് തന്നെ മെയിൻ. പിന്നെ കൂടുതലും നമ്മൾ പാരൻസ്, ഇപ്പോൾ ടീച്ചേഴ്സാണ് ഈ സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രധാന പങ്ക് വഹിക്കേണ്ടത്. അപ്പോൾ അവർ തന്നെ അവർക്കൊന്ന് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഒരു ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിൽ ഡ്രഗ്സിനെതിരെ ശക്തമായ നടപടികളാണ് സ്കൂൾ മാനേജ്മെന്റിന്റെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഭയങ്കര അഡ്വേഴ്സ് എഫക്റ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഡ്രഗ്സ്. ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് നമ്മൾ അത് അറിയുന്നില്ല. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ഓർ പിയർ പ്രഷർ, അതിനൊക്കെ കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദെൻ അഡിക്റ്റഡ് ആവുന്നു. ബിക്കോസ് നമുക്ക് ഇങ്ങനെ കുറേ കേസസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ്. അതിലൊരു ഫ്രണ്ട്ഷിപ്പ് എലമെന്റ്സ് ഉണ്ടാവും, ഐ നോ. ബട്ട് ദെൻ അങ്ങനെ ഒരു പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ബിക്കോസ് ദ നെക്സ്റ്റ് വിക്ടിം നമ്മളായിരിക്കും. അവർ ബൈ ദ എൻഡ് ഓഫ് ദ ഡേ കുറച്ച് കഴിയുമ്പോൾ നമ്മളേക്ക് വരും. ഇത് സ്പ്രെഡായി കുറച്ച് കഴിയുമ്പോൾ നമ്മളേക്ക് തന്നെ വരും. അപ്പോൾ മാക്സിമം നമ്മളെ തന്നെ സേവ് ചെയ്യാനും ബാക്കി നമ്മുടെ ഫ്രണ്ട്സിനെയും സറൗണ്ടിങ്സിൻ്റെ ആൾക്കാരെയൊക്കെ സേവ് ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ ഇതൊരു ട്രസ്റ്റഡ് അഡൾട്ട്സിൻ്റെ അടുത്ത് പറയാം. അങ്ങനെ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ലഹരിക്കടിമപ്പെട്ട കുട്ടികളെക്കുറിച്ച് അധ്യാപകർക്കും അധികാരികൾക്കും വിവരം നൽകുന്നത് തന്നെയാണ് സൗഹൃദത്തിന്റെ മികച്ച മാതൃകയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങൾ സ്കൂളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ ഹെൽപ്പ് ഉണ്ട്. ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കണം. ആൻഡ് വി ആർ റെഡി ടു ഗിവ്. ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുന്നതും പേരൻസിനോട് ഇത് അഡ്രസ്സ് ചെയ്യുന്നതും ദീസ് ആർ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഇഷ്യൂനോട് ടു എസ്കേപ്പ് ഫ്രം ഇറ്റ്. സോ അതാണ് ഞങ്ങൾ സ്കൂളിൽ മെയിനായിട്ട് കൊടുക്കുന്നത്. അവയർനെസ്സസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കൺസൾട്ടേഷൻ, ഞങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഓൾവേസ് അപ്രോച്ചബിൾ. ഞങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ബോഡി തന്നെയുണ്ട് ഈ ഇഷ്യൂനെ ടാക്കിൾ ചെയ്യാൻ. ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും ഞങ്ങളുടെ സ്കൂൾ പല ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. LP, UP തലം തൊട്ട് +2 വരെയുള്ള വിദ്യാർത്ഥികളാണ് ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നത്. ഇവർക്കിടയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്താൻ വിദ്യാർത്ഥികളുടെയും സ്കൂൾ അധികൃതരുടെയും ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ലഹരിയുടെ കണ്ണുകളിൽ പെട്ടുപോകാതെ വലിയ സ്വപ്നങ്ങളുടെ ചങ്ങലയിൽ അണിനിരക്കാൻ ആർജവമുള്ള ഈ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. കൊച്ചി. എന്തായാലും നന്നായല്ലേ പ്രവിത? അടിപൊളി. ഞാൻ ആലോചിക്കായിരുന്നു കുട്ടികളൊക്കെ എത്ര എനർജറ്റിക് ആയിട്ടാണല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്കൂടെ ഇത്തിരി എനർജി അവർ പകർന്നു തന്നു. സന്തോഷം. പ്രിയപ്പെട്ടവർക്ക് അറിയുന്ന പോലെ ഈ ജ്യോതിർഗമയ 2 മണിക്കൂർ ദൈർഘ്യത്തിലാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുക. 11 മണിക്ക് തുടങ്ങി 1 മണിക്ക് നമ്മൾ അവസാനിപ്പിക്കും. 1 മണിക്ക് വാർത്താമഴ സംപ്രേഷണം ചെയ്യും. അതിനുള്ളിൽ തന്നെ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ അവഗണിക്കില്ല. വാർത്തകൾ എടുത്തു പോകും. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് മാതാപിതാക്കളോടും അധ്യാപകരോടും. പരമാവധി നമ്മുടെ കുട്ടികളെ നിങ്ങൾ ഈ എല്ലാ ഞായറാഴ്ചയും 11 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ഈ പരിപാടി കാണിക്കണം. കുട്ടികൾ ചിലപ്പോൾ ബോറടിച്ചു എന്നൊക്കെ പറയാം. പുതിയ കുട്ടികളാണ്, ഒരുപാട് സമയമൊക്കെ കാര്യങ്ങൾ കണ്ടിരിക്കാത്തവരാണ് അവർ. എന്നാൽ പോലും ഇത് കാണിക്കണം. കാരണം ഇതിന് ഒരു ഉദ്ദേശമുണ്ട്.
അപ്പോൾ ഈ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന നാട്ടുകാർ പറയുന്ന പോലെ ഈ ഇത്തിരി ബോറടിച്ചാലും ഇതിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് മയക്കുമരുന്നെന്നുള്ള മഹാവിപത്തിനെ നമ്മുടെ നാട്ടിൽ ഓടിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പിടിച്ചെത്തി കാണിക്കണം. ടി വി കാണിക്കുന്ന വീട്ടിലൊരു വിപ്പ് കൊടുക്കണം, അല്ലേ? നിയമസഭയിലൊക്കെ സംഭവിക്കുന്നില്ലേ, ഒരു വിപ്പ് കൊടുക്കണം. പ്രവിത, നമ്മൾ സാധാരണ ഈ 1 കൊല്ലം ദൈർഘ്യമുള്ള പരിപാടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. 1 കൊല്ലത്തിനിടയിൽ നമ്മൾ 1000 ഗൃഹസദസ്സുകൾ സംഘടിപ്പിക്കും. വീട്ടമ്മമാരും അതേപോലെ ഈ ലഹരിക്കെതിരെ നമ്മുടെ യുദ്ധത്തിൽ അണിചേരാൻ കഴിയുന്ന മറ്റുള്ള സ്ത്രീകളെയൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ ഗൃഹസദസ്സുകൾ സംഘടിപ്പിക്കും. അതുപോലെ 1000-ത്തിലധികം ക്യാമ്പസുകളിൽ, സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി പോകും. വിദഗ്ധന്മാർ ക്ലാസ്സുകൾ എടുക്കും. അധ്യാപകരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കും. അതുപോലെ ഈ അധ്യാപക ദിനത്തിലും ലോക വനിതാ ദിനത്തിലും ഒക്കെ തന്നെ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഗൃഹസദസ്സുകളിൽ കൂടുതൽ വനിതകൾ പങ്കെടുക്കണം എന്ന റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഗൃഹസദസ്സ് വന്നിട്ടുണ്ട്. അതെ, ഒരു ചൊല്ലുണ്ട്. If a man is educated, man is educated. I am educated. An individual is educated. But if a woman is educated, an entire generation is educated. ഒരു തലമുറ മുഴുവനുമാണ് അതെ വിദ്യാഭ്യാസം ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. നല്ല കാര്യം. അതെ. അപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള മുന്നേറ്റത്തിൽ മുന്നണി പോരാളികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അമ്മമാര് തന്നെയാണ്. അതിൽ യാതൊരു അതെ. ചെറുത്തുനിൽപ്പിനും കൂട്ടായ്മയിലൂടെ കരുത്ത് നേടുകയാണ് മലപ്പുറത്തെക്കുറിച്ച് വനിതകൾ. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിനായി അവർ സംഘടിപ്പിച്ച ഗൃഹസദസ്സിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. മഞ്ചേരി അരുകിഴായിലെ ഒരു കുഞ്ഞ് അയൽക്കൂട്ട സദസ്സിലേക്കാണ്. അവിടെ കുറച്ച് അമ്മമാരുണ്ട്. അവരൊക്കെ ഈ ലഹരിക്കെതിരെ പോരാടുമെന്ന് ഉറച്ചു തന്നെയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അറിയാം. ലഹരി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മൾ ആദ്യമൊക്കെ ഒരേ ഒരു ലഹരി നമുക്ക് അറിയണ്ടായിരുന്നുള്ളൂ, മദ്യം എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്തൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പലതരത്തിലുള്ള ലഹരി ഉണ്ടല്ലോ അല്ലേ? MDMA, മെത്താഫിറ്റമിൻ, കഞ്ചാവൊക്കെ വലിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് കേസുകൾ എടുത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതിൽ ഇപ്പം കൂടുതൽ വരുന്നത് ചെറിയ കുട്ടികളാണ്. ഇതെങ്ങനെ ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവാം? നമുക്ക് പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ നമുക്കത് ഉപയോഗിച്ചു എന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികൾ തെറ്റായ രീതിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. രാത്രി ഉറക്കമുണ്ടാവില്ല. ചിലപ്പോൾ സിഗരറ്റ് വലിയിലായിരിക്കും തുടങ്ങുക. അതൊന്ന് പിന്നെ ഇങ്ങനെ കഞ്ചാവ്, MDMA എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. ലഹരിക്കെതിരെയുള്ള ഒരു നല്ല ക്ലാസ് കേട്ട ആളുകളും എടുത്ത ആളും ഒക്കെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. SKN40യുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ മോൾ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? ക്ലാസ്സൊക്കെ വളരെ നല്ല ക്ലാസ് തന്നെയായിരുന്നു. ഉപയോഗിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ കണ്ടുപിടിക്കാം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞു തന്നെ. പിന്നെ നമ്മുടെ ഈ ഒരു പ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ലഹരി കൂടുതൽ കണ്ടുപിടിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര അത്ഭുതപ്പെട്ട് പോവുക. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നതെന്ന് അറിയുമ്പോൾ. അപ്പം അതിനെതിരെ നമ്മളെന്ത് ചെയ്യണമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. ഇടയ്ക്ക് ഇതേപോലെയുള്ള ക്ലാസ്സുകളൊക്കെ വെക്കണം അല്ലേ, ഇവർക്കൊക്കെ മനസ്സിലാവാൻ വെക്കണം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ആദ്യം കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ പേപ്പറിൽ കൂടെ വായിക്കുന്നതൊക്കെ അറിയുള്ളൂ. മാഡം പറഞ്ഞു തരുകൊണ്ട് കുറച്ചും കൂടെ മനസ്സിലായി, നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ നാട്ടിൽ നടക്കുന്നത്. പേരൊക്കെ കേട്ടിട്ടുണ്ടോ? ആദ്യം ലിക്കർ എന്ന പേരിലായിരുന്നു. ഇപ്പോൾ MDMA പല പേരും ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ മാഡം പറഞ്ഞ ശേഷം ഞങ്ങൾക്ക് മനസ്സിലായത്. ഇതൊന്നും അറിയില്ല. ഇപ്പോൾ ഏതായാലും നീന്നൊക്കെ കുട്ടികളെ രക്ഷപ്പെടുത്തണം, അതിന് കുട്ടികളെ ശ്രദ്ധിക്കണം. കേൾക്കുന്നത് ആദ്യമായിട്ട് പേരൊക്കെ കേൾക്കുന്നപ്പോഴേ അതൊന്നും കേട്ടിട്ടില്ലായിരുന്നു. നമ്മളെ നാട്ടിൽ കൂടുതലാണെന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി. അപ്പോൾ അല്ല ഞെട്ടി പോകാൻ ഞങ്ങളിത്. എങ്ങനെ ഇതിനെ തടയാൻ പറ്റുക നമ്മൾ കുട്ടികളെ കഴിയുന്നത് നല്ല ശ്രദ്ധിക്കുക, അത്ര തന്നെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇതേപോലത്തെ കൂട്ടായ്മയിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുക അല്ലേ? അതെ, കൂട്ടായ്മയിൽ തീരുമാനം എടുക്കുക. എല്ലാവരും കൂടി ശ്രദ്ധിക്കുക, അതിനെപ്പറ്റി ചർച്ച ചെയ്ത് എല്ലാവരും കൂടി തീരുമാനിക്കുക. ഇപ്പോൾ ഇതാ ഈ അമ്മമാർക്കും ഇവർക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തത് ധന്യ മേഡമാണ്. അവർ മഞ്ചേരി എക്സൈസിലാണ്. ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം അവരെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു അവാർഡ് അത് നേടിയിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ എക്സൈസിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ അത് തിരിച്ചറിഞ്ഞു, അത് ഡിറ്റക്ട് ചെയ്തു എന്നുള്ള വിഭാഗത്തിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ സമയത്ത് കൃത്യസ്ഥലത്താണ് എത്തിയതെന്ന് തന്നെ പറയാം. എങ്ങനെയാണ് മഞ്ചേരിയിലേക്ക് ഒരു സിറ്റുവേഷൻ നിലവിൽ? മഞ്ചേരി ഇതുപോലെ ഒരുപാട് മയക്കുമരുന്ന് കേസുകൾ കണ്ടെത്തുന്നൊരു സാഹചര്യമാണുള്ളത്. അത് ഈ സ്കൂൾ കുട്ടികളെ പോലും നമ്മൾ അങ്ങനെ കേസിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെടുത്തുനിന്ന് നമ്മൾ ഇൻഫോർമേഷൻ ആര് കൊടുത്തു എന്താണെന്നൊക്കെ അറിഞ്ഞ് ഇൻഫർമേഷൻ എടുത്താണ് അതിൻ്റെ മെയിൻ ആളുകളുടെ അടുത്ത് നമ്മൾ എത്തുന്നത്. അങ്ങനെ ഒരുപാട് ഗ്യാങ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ
അവരെ നമുക്ക് പെട്ടെന്ന് പിടിക്കാനൊന്നും പറ്റില്ല. കുറേ ദിവസം നമ്മളത് വാച്ച് ചെയ്ത് അവരെ ഫോൺ ലൊക്കേഷനൊക്കെ എടുത്ത് അങ്ങനെ കുറേ രാത്രിയും പകലൊക്കെ അതിന് വെയിറ്റ് ചെയ്താണ് നമ്മൾ അവരെ പിടിക്കുന്നത്. ടീച്ചർ, എന്താണ് സ്കൂളിൽ നിന്നൊക്കെയുള്ള ഒരു അനുഭവം, എന്താ പറയാ? സ്കൂളുകളും മദ്രസ സ്ഥാപനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇവരത് കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 24-ൻ്റെ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയ സ്ഥിതിക്ക് ഇങ്ങനെ ഇത് മൈന്യൂട്ടായുള്ള കാര്യങ്ങൾ പോലും നമ്മൾ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ നമ്മൾ ഇറങ്ങി ചെല്ലണം. എന്നിട്ട് അവരോട് ഇത് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുതിയ വളർന്നു വരുന്ന തലമുറയെ നമുക്ക് രക്ഷിക്കാനായി കഴിയുള്ളൂ. സ്കൂളിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ നടത്തുന്നത്. സ്കൂളുകൾ നടത്തുന്നത് ഏറ്റവും വളരെയധികം നല്ല കാര്യമാണ്. കുട്ടികൾക്ക് ഒന്നും കൂടി അറിവ് മനസ്സിലാവാനും അതുപോലെ അതിൻ്റെ ഉപയോഗങ്ങൾ, അതുപോലുള്ള ദോഷങ്ങൾ എങ്ങനെയൊക്കെ നമ്മളിപ്പോൾ അതിൽ നിന്ന് മുക്തി നേടാം എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു പ്രോഗ്രാമാണ്. അത് കൂടുതലും ചെറിയ മക്കളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. ഇതുപോലുള്ള ഉറച്ച ശബ്ദത്തിലാണ് നമ്മളുടെ പ്രതീക്ഷ. ഓരോ അമ്മമാരും അവരെ അത്രത്തോളം ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ നാളുകളിലും അവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടിയാലോ? മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ജ്യോതിർഗമയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. രണ്ടാം ഘട്ടം തുടരുകയാണ്. മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന മുദ്രാവാക്യം ജനങ്ങളിലേക്ക് ആഴത്തിൽ തറയ്ക്കാൻ ഞങ്ങൾ നടത്തുന്ന ശ്രമം ഒരു കൊല്ലത്തോളം നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് SKN40 രണ്ടാം ഘട്ടം. കൃഷ്ണ, നമ്മളിനി എങ്ങോട്ടാ യാത്ര? എറണാകുളത്ത് തന്നെയാണ് യാത്ര. ഇറങ്ങും നമ്മൾ. അതെ. പക്ഷേ ഈ കഞ്ചാവ്, മദ്യം, മയക്കുമരുന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മറ്റു ചില വാർത്തകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെറിയ കുട്ടികൾ ചിലർ കള്ളം പറയുന്നുണ്ടോ, വ്യാജ പരാതി കൊടുക്കുന്നുണ്ടോ ഒരു സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയമുണ്ട്. അല്ല, അത് വളരെ ശ്രദ്ധിക്കണം പോലീസ്. കാര്യം ആരെങ്കിലും പരാതി കിട്ടിയ അവിടെ കയറി പിടിച്ചോളരുത്. അല്ലേ? അപ്പോൾ എറണാകുളത്ത് ഒരു 14-കാരന് കഞ്ചാവും മദ്യവും നൽകിയെന്ന പരാതി വ്യാജമെന്ന് പോലീസ്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. തനിക്ക് ആരും നിർബന്ധിച്ച് കഞ്ചാവും മദ്യവും നൽകിയിട്ടില്ലെന്നായിരുന്നു കുട്ടിയുടെ മൊഴി. ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലാൽ, ഇപ്പോൾ ഇതിൽ സംഭവിച്ചത് എന്താണ്? അത്തരത്തിലൊരു വ്യാജ പരാതി വരാനൊരു കാരണം എന്താണ്? ശരിക്കും സംഭവിച്ചത് എന്താണ്? ക്രിസ്റ്റീന, നമ്മൾ ഈ കുട്ടികളുടെ ഇടയിൽ ഇത്തരം വസ്തുക്കൾ വ്യാപകമായി ഒഴുകുന്നുണ്ട്, അത് അന്വേഷിക്കണമെന്ന് പറയുന്ന പോലെ തന്നെ അത്തരം വസ്തുക്കൾ ഒഴുകുന്നുണ്ട് എന്ന വ്യാജ പരാതികളും വരുന്നുണ്ട് എന്നതിനൊരു ഉദാഹരണമാണ് ഈ സംഭവം എന്ന് പറയാം. 2 ആഴ്ച മുമ്പാണ് മുത്തശ്ശിയും മുത്തശ്ശിയുടെ കാമുകനും ചേർന്ന് കഞ്ചാവും മയക്കുമരുന്ന് നൽകി എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. കുട്ടിയുടെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് പരാതിയെ നൽകിയത്. ഈ സംഭവം ചില മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വരികയും അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പോലീസിൻ്റെ അത് അന്വേഷണം നടത്തുകയാണ് ചെയ്തത്. ഈ പയ്യനെ തന്നെ വിളിച്ച്, 14-കാരനെ തന്നെ വിളിച്ച് അവനോട് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് എനിക്കിങ്ങനെ ആരും ഇത്തരം സാധനങ്ങളൊന്നും തന്നിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. പക്ഷേ ആ ഒരു മൊഴി കൊണ്ട് മാത്രം നിൽക്കാതെ അതിൻ്റെ അത് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ അമ്മൂമ്മയോടുള്ള, മുത്തശ്ശിയോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഈ അടുത്ത ബന്ധുക്കൾ ഇത്തരത്തിലൊരു പരാതി നൽകിയത് എന്ന് ബോധ്യപ്പെട്ടത്. മുത്തശ്ശിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളും തർക്കങ്ങളും അതിന് പരിഹാരം കാണാതെ വന്നതോടുകൂടിയാണ് ഒരു പരാതിയുടെ രൂപത്തിൽ ഇതിനെ കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുകയും കുട്ടിക്ക് ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ നൽകി എന്നുള്ള രീതിയിൽ ഒരു കെട്ടിച്ചമച്ച പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും പരാതി വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്ന ഒരാളെയാണ് ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ടുണ്ടായിരുന്നത്. അയാളെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയക്കുകയും ചെയ്തിരുന്നു. പരാതി കൃത്യമായും വ്യാജമാണെന്നും കെട്ടിച്ചമച്ചാണെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പോലീസ് എടുത്ത FIR ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലാണ് കുട്ടിയുടെ വിശദമായ മൊഴിയിൽ നിന്ന് തന്നെ ആരും ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോഴാണ് ഷീല സണ്ണിയെ ഓർക്കുന്നത്. വ്യാജലഹരി കേസിലാണ്. അതെ, 72 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ലഹരിയുടെ ഒക്കെ ഉപയോഗം മറ്റൊരു തരത്തിൽ നമ്മൾ അപ്പോൾ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും കേസെടുക്കുന്ന സമയത്ത് പ്രാഥമികമായ അന്വേഷണം നടത്തി കുറ്റം നടന്നിട്ടുണ്ട്, കുറ്റവാളി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ കേസെടുക്കാവൂ. അവർ പോലും അറിയാതെ അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് ഇതുപോലെ തന്നെ സത്യം പുറത്തു കൊണ്ടുവരാൻ പോലീസിനാകട്ടെ, നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കാകട്ടെ നമുക്കും. കാരണം നമ്മൾ ഈ പോരാട്ടം നടത്തി അവസാനം പോരാടിയവർക്ക് തന്നെ പറയാവരുത് അല്ലേ? ലഹരി ഉപയോഗിക്കരുത് മാത്രമല്ല, ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ കൊടുക്കരുത്. ലഹരി ഉപയോഗിക്കുന്നു പറഞ്ഞ് ലഹരി ഉപയോഗിക്കാത്തവരെ അപ്പൊ നമുക്കിനി നേരെ പോകേണ്ടത് തൃശ്ശൂരിലേക്കാണ്. SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയ ലഹരി വിരുദ്ധ യജ്ഞത്തിന്റെ തൃശ്ശൂർ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് നടന്നത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അണിചേർന്നു. തൃശ്ശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നികീഷ് AR ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ക്യാമ്പസുകളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് സാംസ്കാരിക നഗരമായ തൃശ്ശൂർ ജില്ലയിലെ ലഹരിക്കെതിരായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്.
നാം ഓരോരുത്തരുടെയും ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ് കലാലയ ജീവിതം. ഊർജവും പ്രസരിപ്പും കവർന്നെടുക്കുന്ന ലഹരിയുടെ കടന്നുകയറ്റത്തെ തടയിടുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ക്യാമ്പസ്. 24 കണക്റ്റുമായി കൈകോർത്ത ലഹരിമുക്ത കേരളം പരിപാടിയിൽ 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് മുഖ്യാതിഥിയായി. ഒരുപാട് പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ ഒരു മാർക്കറ്റായിട്ട് ലഹരി മാറിക്കഴിഞ്ഞു. ലഹരി വിറ്റാൽ കാശ് കിട്ടും, അത് വെച്ച് അടിച്ചു പൊളിക്കുക. പക്ഷെ ജീവിതമാണ് തകരുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞു, ജീവിതവാഹനം ലഹരി. പക്ഷെ ലഹരി കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ജീവിതം 1 വർഷം 6 മാസേ കാണത്തുള്ളൂ. അതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിനാണ്. തൃശൂർ എക്സൈസ് കമ്മീഷണർ നികീഷ് AR ലഹരിമുക്ത സന്ദേശം നൽകി. ഇപ്പോൾ ഏവർക്കും മാതൃകയെ കൊണ്ട് ഇത്തരം മീഡിയ, നമ്മുടെ 24 ന്യൂസ് ഇത്ര ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് നടന്നത് തീർച്ചയായും ഞങ്ങളെ പോലുള്ള എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ചടങ്ങിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ 24-നായി വിവിധ കലാകായിക വിരുന്നുമൊരുക്കി. ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പിനിക്കപ്പറമ്പിൽ, ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N ശങ്കർ എന്നിവർ സംസാരിച്ചു. 24 തൃശൂർ. ക്രൈസ്റ്റ് കോളേജിൽ നടന്ന പരിപാടിക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഒറ്റപ്പെട്ടു നിന്നു. അവരുടെ കാര്യം ഒന്ന് പറയാം. ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ സേ നോ ടു ഡ്രഗ്സ് എന്ന പരിപാടിയിൽ അതിഥിയായ ഒരു അടിപൊളി കക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അതുൽ ഫ്രാൻസിസ്. ആളൊരു സംഗീതജ്ഞനാണ്. ജീവിതത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടായപ്പോൾ അതുൽ മദ്യത്തിലേക്കും പുകവലിയിലേക്കും വഴിതെറ്റിപ്പോയി. പക്ഷേ സംഗീതത്തിന്റെ കരുത്തുകൊണ്ട് അതുൽ ലഹരിയുടെ ചീങ്കണ്ണി പിടുത്തത്തെ കുടഞ്ഞെറിഞ്ഞു. ചീങ്കണ്ണി പിടുത്തം, അതായത് ചീങ്കണ്ണി പിടിച്ചാൽ വിടില്ല എന്നാ പറയുന്നത്, ഉടുമ്പ് പിടിക്കുന്ന പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ആ ചീങ്കണ്ണി പിടുത്തത്തെ അങ്ങ് കുടഞ്ഞെറിഞ്ഞിരിക്കുകയാണ്. സ്വന്തം ജീവിതം തന്നെ സന്ദേശമാക്കിയാണ് അതുൽ ക്രൈസ്റ്റ് കോളേജിന്റെ വേദിയിൽ എത്തിയത്. ഇത്ര സൂപ്പറായിരുന്നു നിങ്ങള്. ഞാൻ എൻ്റെ ലൈഫിൽ 10 വർഷമായിട്ട് പെർഫോം ചെയ്യാണ്. 10 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഒരു കോളേജിൽ നല്ല ഒരു സ്റ്റേജ്, സാറേ എനിക്കൊന്ന് പെർഫോം ചെയ്യണമെന്ന് ചോദിച്ചിട്ട് വന്ന് വിത്തൗട്ട് പേയ്മെന്റ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതിന് റീസൺ ഉണ്ട്. നിങ്ങളുടെ ഇന്നത്തെ മോട്ടോ സേ നോ ടു ഡ്രഗ്സ്. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും വൺ ഓഫ് ഇന്ന് വന്നതിൽ ഒരാള്. ഞാൻ എന്താ പറയാ, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വന്ന ടൈമിൽ ഇത് ക്രിസ്ത്യനാണ്. ഇപ്പൊ വീട്ടിൽ നോർമലി ലിക്കർ അല്ലെ, നമ്മൾ ആൽക്കഹോളിന് കൺസപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു നോർമലൈസ് ആയിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ട ഒരാളാണ് ഞാൻ. ജനിച്ചപ്പോട്ട് ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് ആക്സിഡന്റിൽ മരിച്ചപ്പോഴാണ് ഫസ്റ്റ് ഇയർ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ലിക്കർ യൂസ് ചെയ്യണത്, സ്മോക്ക് ചെയ്യണത്. ലിക്കറും സിഗരറ്റൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 2020 ഈ കോവിഡ് വന്നപ്പോൾ ഇൻസ്ട്രുമെന്റ്സ്, എനിക്ക് എൻ്റെ 7 ലക്ഷത്തിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് വിൽക്കേണ്ട വന്നു, സെയിൽ ചെയ്യേണ്ട വന്നു. സ്റ്റേജസ് ഇല്ല. ആ ടൈമിൽ ഡിപ്രഷനായി, ലിക്കറും സിഗരറ്റൊക്കെ ഒരുപാട് യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു സൂസൈഡ് ഒരു അറ്റംപ്റ്റ് വരെ എത്തി. ഡിപ്രഷൻ സൈക്കാട്രി വാർഡിൽ ഞാൻ കിടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഈ MDMA പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് വന്നിട്ടുള്ള നമ്മുടെ ചെറിയ പ്രായമുള്ള കുട്ടികൾ കണ്ടിട്ടുണ്ട്. സോ അത് വളരെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭീകരമാണ്. അത് നിങ്ങൾ ഒരു സൈക്കാട്രി വാർഡിന്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ലിക്കറും സിഗരറ്റും യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഇറ്റ്സ് വെരി ഡേഞ്ചർ. ഞാൻ ലിക്കർ എന്നുള്ള സംഭവം നിർത്തി. എൻ്റെ ലൈഫിൽ അതിന്റെ ചേഞ്ചസ് വരുന്നുണ്ട്. അതിന്റെ പാർട്ടായിട്ട് ഞാൻ പച്ചയ്ക്ക് നമ്മുടെ മലയാള ഭാഷയിലെ വെള്ളടി നിർത്തിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ്. ഇനി നിങ്ങൾ ആരെങ്കിലും ഞാൻ ലിക്കർ കഴിക്കണം കണ്ട നേരെ വന്ന് ഫോട്ടോ എടുത്ത് കരണത്തിൽ അട്ടിടിച്ചു. അതാണ് എനിക്ക് തരാനുള്ള ചാലഞ്ച്.
അപ്പോൾ ഒരു മോഡൽ പരിപാടി നടക്കുന്നുണ്ട് കൃഷ്ണ, വാർത്തയാണ്. അതെ, അപ്പൊ നമ്മൾ പറയും ലഹരി ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് വേണം. അപ്പൊ നമ്മൾ അതിന് ഡാൻസ്, പാട്ട്, സ്പോർട്സ് ഒക്കെ പറയും. പക്ഷെ ഒരു വെറൈറ്റി ഓൾട്ടർനേറ്റീവ് ഉണ്ട്. എന്താണപ്പോ? യുവാക്കളിൽ ലഹരി പിടിമുറുക്കുന്ന കാലത്ത് പശു വളർത്തലിൽ ലഹരി കണ്ടെത്തുകയാണ് കോട്ടയം ചാമംപതാൽ സ്വദേശി ഏബൽ. 20ാമത്തെ വയസ്സിൽ മികച്ച ക്ഷീര കർഷകനായ ഏബൽ മാറിക്കഴിഞ്ഞു. അതാ കളി, സൂപ്പറായി. ചാമംപതാൽ കണയാങ്കൽ വീട്ടിൽ ഏബൽ ചില്ലറക്കാരനല്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മികച്ച ക്ഷീരകർഷകനാകാൻ ഏബലിന് സാധിച്ചു. അച്ഛൻ ജൂബിൻ തുടങ്ങി വെച്ചതായിരുന്നു പശു വളർത്തൽ. പഠനം കഴിഞ്ഞപ്പോൾ ഏബൽ അതങ്ങ് ഏറ്റെടുത്തു. അത് പിന്നീട് ഏബലിന് ഒരു ലഹരിയായി മാറി. വെറുതെ കളയാൻ ഇപ്പോൾ സമയമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ലഹരിക്കും ഈ യുവാവിനെ കീഴടക്കാനുമായിട്ടില്ല. ഇത് ലഹരിയാണ് സംഭവം. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫീൽഡ് നല്ലൊരു ഫീൽഡ് തന്നെയാണ്. നമുക്ക് വേറെ ഒന്നിനും സമയം കിട്ടാതെ ഒരു ഇതിലോട്ട് തന്നെ നീങ്ങാൻ പറ്റും. മാക്സിമം ഒരു ഇതിലോട്ട് പോകും. വെച്ചാൽ നമ്മൾ സമ്പാദിക്കുന്ന പൈസ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് തോന്നും. കറവ, തീറ്റയൊരുക്കൽ, കുളിപ്പിക്കൽ, തൊഴുത്തു വൃത്തിയാക്കൽ എന്നു വേണ്ട എല്ലാ ജോലികളും ഒരു മടിയും കൂടാതെ ഏബൽ ചെയ്യും. ഒപ്പം സഹായത്തിനായി സഹോദരൻ ആൽബിനുമുണ്ടാകും. രാസലഹരിയുടെ പിടിയിൽ യുവതലമുറ വീഴുമ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അങ്ങനെ നഷ്ടപ്പെടുത്താൻ ഈ യുവാക്കൾ തയ്യാറല്ല. ക്ഷീരകർഷകൻ മാത്രമല്ല, കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതിന് അംഗീകൃത സർട്ടിഫിക്കറ്റുള്ള വ്യക്തി കൂടിയാണ് ഈ യുവാവ്. 8 വർഷമായി ഈ പശുപരിപാലനം നടത്തുന്നുണ്ട് ഏബൽ. ആദ്യം ഒരു പശു മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഒരു വലിയ ഫാം തന്നെ ഏബലിനുണ്ട്. 100% ആത്മാർത്ഥതയോടും സന്തോഷത്തോടും കൂടിയാണ് ഏബൽ ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ലഹരികളുടെ പിടിയിൽ ഉൾപ്പെടാൻ ഏബലിന് തൽക്കാലം സമയമില്ല. അതുതന്നെയാണ് മറ്റു യുവാക്കളോട് ഏബലിന് പറയാനുമുള്ളത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ജ്യോതിർഗമയ തുടരുകയാണ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ദിനേശ് ഹരിപ്പാട് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ സഹപ്രവർത്തകൻ നായിക് സഞ്ജീവിൻ്റെ വീടും അവിടെയാണ്, അത് കത്തോയിൽ. അതാണ് പറയുന്നത്. ആ പാവം ആകെ ടെൻഷനിലാണ്, ആരെയും ബന്ധപ്പെടാനും കഴിയുന്നില്ല. ഇതേപോലെ സങ്കടപ്പെടുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും. ആ രീതിയിലുള്ള ഭയാനകമായ സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നിസാം കൊല്ലം പറയുന്നു, SK നിങ്ങളൊക്കെ ലഹരിക്കെതിരെ പോരാടുന്നു, സർക്കാർ ലഹരി ഒഴുകുന്നു. വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും സർക്കാർ ഓൺലൈൻ വഴി മദ്യം വിതരണം ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അത് അറിഞ്ഞു, ഒരു ഞെട്ടലുണ്ടാവുകയും ചെയ്തു. പക്ഷെ എത്ര ഒഴിക്കാലും നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. അതെ, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾക്ക് മദ്യം വേണ്ട എന്ന് നോ ടു ഡ്രഗ്, നോ ടു ലിക്വർ അല്ലേ? നമ്മുടെയൊക്കെ മുമ്പ് വെച്ച് പൈപ്പിൽ കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുവോ? ഇല്ല. നമ്മൾ ഉപയോഗിക്കുവോ? ഇല്ല. ഇല്ല ഇല്ലെന്ന് റെഡി. കൃഷ്ണ ചോദിച്ചല്ലോ, ഇല്ലെന്ന് പറയൂ. ഞാൻ എന്തോ വേറെ കാര്യം ആലോചിച്ചു. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ. കൃഷ്ണ ചോദിച്ചപ്പോൾ SK മിണ്ടുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട് SK ലഹരി ഒന്നും ഉപയോഗിക്കാതെ, അതിനുള്ള നേരം പോലും ഇല്ല. പ്രക്ഷേപണമാണ് നമ്മുടെ ലഹരി. പ്രക്ഷേപണമാണ് ലഹരി. മാത്രമല്ല ഒരു തുള്ളി കള്ളു പോലും കുടിക്കാനുള്ള ഭാഗ്യമോ ദൗർഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് SK പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാത്രമല്ല എന്നെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പുറത്തുണ്ട്. അടിച്ച് പൂക്കുറ്റിയായിട്ട് നടക്കുന്ന ആളാണ്. അങ്ങനെ ഒരു തോന്നൽ ആളുകൾക്കുണ്ട്. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് ആൾക്കാർ തിരിച്ചറിയുക, അല്ലാതെ ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഒരു രീതിയിലുള്ള ലഹരിയും ഇത്രയും കാലവും എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പൊതുവെ കുടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെയുണ്ട്. അപ്പൊ നമുക്കിനി അതാണ്. അപ്പൊ ഇല്ല 3 തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കെന്തോ സംശയം ഉണ്ടെന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്നെ പരിപാടിയായി പോയി. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക്. അപ്പോൾ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന് പല വഴികളുണ്ട്, പല ചെക്ക് പോസ്റ്റുകളുണ്ട്, പല ഇടനാഴികളുണ്ട്. യാത്രയിൽ നമ്മൾ കണ്ടു, വയനാട് ബോർഡറിൽ നിന്നൊക്കെ കാട് വഴി കയറുന്നൊക്കെ നമ്മൾ കണ്ടു. അതെ, അതിലൊരു പ്രധാന ഇടനാഴിയാണ് കണ്ണൂർ മാക്കൂട്ടം ചുരം പാത. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ ഈ വർഷം ഇതുവരെ പിടികൂടിയ കേസുകളുടെ കണക്ക് അത് സാധൂകരിക്കുന്നതാണ്. ലഹരിക്കടത്തിനായി പുതിയ മാർഗങ്ങൾ തേടുന്ന സംഘങ്ങളെ പിടികൂടാൻ ഇത്തരം ചെക്ക് പോസ്റ്റുകളിൽ ആധുനിക സംവിധാനങ്ങളില്ലാത്തതാണ് പ്രതിസന്ധി. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ രാസലഹരി ഒഴുകുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. പോലീസിന്റെയും എക്സൈസിന്റെയും NDPS കേസ് റെക്കോർഡ് അത് വ്യക്തമാക്കുന്നു.
കർണാടകയിൽ നിന്ന് മാക്കൂട്ടം ചുരം പാത വഴി കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് കടന്നാൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെത്താം. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലെ വടക്കൻ ജില്ലകളിലേക്ക് ലഹരിക്കടത്തിനായി സംഘങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. ബംഗളൂരുവിൽ നിന്ന് കടത്തി വരുമ്പോൾ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പോലീസും എക്സൈസും കഴിഞ്ഞ 8 മാസത്തിനിടെ പിടികൂടിയ ലഹരി മരുന്നിന്റെ കണക്കുകൾ പരിശോധിക്കാം. കഴിഞ്ഞ 8 മാസത്തിനിടെ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പോലീസ് പിടികൂടിയത് 282 ഗ്രാം MDMA ആണ്. 301 ഗ്രാം ആഷിഷ് ഓയിലും പിടികൂടി. 26 പേർ അറസ്റ്റിലായി. എക്സൈസ് രജിസ്റ്റർ ചെയ്തത് 40 രാസലഹരി കേസുകൾ. 42 പേരെ എക്സൈസും അറസ്റ്റ് ചെയ്തു. ലഹരി വിപത്തിനെതിരെ സമീപകാലത്ത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ എക്സൈസിൻ്റെയും പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലും സമാനമായി സമീപകാലത്ത് ശക്തമായ പരിശോധനകൾ നടക്കുന്നുണ്ടെന്നാണ് പോലീസും എക്സൈസും പറയുന്നത്. സംശയമുള്ള വണ്ടികളാണെങ്കിൽ തീർച്ചയായും എല്ലാ ഭാഗവും മൊത്തമായിട്ട് അഴിച്ച് നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് വിടാറുള്ളൂ. പലപ്പോഴും വണ്ടിയുടെ ഉള്ളിൽ തന്നെയാണ് കിട്ടാറ്. അതായത് ഇപ്പം ഈ ഡോറിൻ്റെ മേലെ ചെറിയൊരു ഭാഗമുണ്ട്, ഇടുങ്ങിയ ഭാഗം അവിടെ, അങ്ങനെ പല സ്ഥലത്തുനിന്ന് കിട്ടാറുണ്ട്. അതെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മളതിനെക്കാട്ടും നല്ല രീതിയിൽ ഒരു പരിശോധന നടത്തുന്നതുകൊണ്ട് മാക്സിമം കേസ് നമുക്ക് കണ്ടെത്താൻ കഴിയാറുണ്ട്. കൃത്യമായ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മിക്കവാറും കേസുകളും പിടിക്കപ്പെടാറ്. റൊട്ടീൻ പരിശോധനയിൽ ലഹരിക്കടത്തു സംഘങ്ങളെ പിടികൂടണമെങ്കിൽ ആധുനിക പരിശോധനാ സംവിധാനങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ലഹരി മരുന്ന് കടത്തുന്നതിനായി സംഘങ്ങൾ പലവിധ തന്ത്രങ്ങളാണ് ഉപയോഗിക്കാറ്. വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളിൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിൽ ഒളിപ്പിച്ചു കടത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിശോധിക്കണമെങ്കിൽ ഹൈ ഡെഫിനിഷൻ ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇത്തരം ചെക്ക് പോസ്റ്റിൽ ഒരുക്കേണ്ടതുണ്ട്. കണ്ണൂർ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. യാത്രക്കിടയിലുണ്ടല്ലോ കൃഷ്ണ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഈ വനത്തിൻ്റെ അകത്തൂടെയൊക്കെ 7-8 മൂടുവഴികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി പറ്റാൻ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പാടാണ്. അതല്ല, നമ്മൾ ഇപ്പോഴും അതിന് എന്തെങ്കിലും തീരുമാനമെന്നല്ല. നമ്മൾ വയനാട് ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചിട്ട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ രാവിലെ 7 മണിക്ക് അവിടെ കയറിയുന്ന മഴയായാലും മഞ്ഞായാലും ഇതെല്ലാം കൊണ്ട് അവിടെ നിൽക്കേണ്ട ജോലിയാവും. കയറി നിൽക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ രാത്രി 7 മണി 8 മണി വരെയൊക്കെ ഇത് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. നമ്മൾ വേണമെങ്കിൽ ഒരു ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. സർക്കാർ അനുവദിച്ച സർക്കാർ ഭൂമിയല്ലേ ഇത്. ഇതുവരെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ബാവലി അടുത്താണ് നമ്മൾ ഓർക്കുന്നു. ബാവലി പള്ളിക്കടുത്ത് ആണ് ഈ സംഭവം. ഈ ചെക്ക് പോസ്റ്റുള്ള മൈസൂരിൽ നിന്ന് ഇത് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കടത്തിക്കൊണ്ടുവരാൻ വളരെ എളുപ്പമുള്ള സ്ഥലമാണതെന്ന് നമുക്ക് മനസ്സിലായി. ചെറിയൊരു കുഞ്ഞു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ കയറിയ കൈവിട്ടു പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ ചന്ദ്രൻ ചെറിയിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ അദ്ദേഹം പറയുന്നു, SKN ഞാൻ ഒരു ലഹരി ഉപയോഗിക്കുന്നില്ല, ചായ പോലും. നല്ല മനുഷ്യനാണല്ലോ. നിങ്ങളുടെ 2 ചെരുപ്പ് നമുക്ക് തരണം അല്ലേ എൻ്റെ ചെറയിലെ. അപ്പോൾ ചെറയിൽ പോലുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യം. SKN ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? വല്ല ബട്ടർ ഷാപ്പിലൊക്കെ കയറി ഇരുന്നിട്ട് ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ ഷാപ്പിൽ നിന്നിട്ട് ആൾക്കാർ കഴുത്തിന് പിടിക്കില്ല. അതൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മളിനി അടുത്ത വാർത്തയിലേക്ക് വളരെ ലഹരി എന്ന് പറയുമ്പോൾ പലതരത്തിൽ ലഹരി ഉപയോഗിച്ചതിന് ശേഷമുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു ആക്രമണം, അതേ തുടർന്നൊരു മരണവും ഉണ്ടായി. പറഞ്ഞു വരുന്ന ഡോക്ടർ വന്ദനാദാസിന്റെ കാര്യമാണ്. ജോലിക്കിടെയാണ് ഡോക്ടർ വന്ദനാദാസിന് ജീവൻ നഷ്ടമാകുന്നത്. അപ്പോൾ ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കടുത്തുരുത്തി മധുരവേലിയിലെ ആശുപത്രി മന്ത്രി VN വാസവനാണ് ഉദ്ഘാടനം ചെയ്തത്. സന്ദീപ് എന്നയാളാണ് വന്ദനാദാസിനെ, അദ്ദേഹവും ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളായിരുന്നു, അയാളാണ് വന്ദനാദാസിനെ ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കുത്തി പരിക്കേൽപ്പിച്ചത്. പിന്നീട് ജീവൻ നഷ്ടമാവുകയായിരുന്നു. അപ്പോൾ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു അത്. ടോബി ജോൺസണാണ് വിവരങ്ങളുമായി ചേരുന്നത് കോട്ടയത്ത് നിന്ന്. ടോബി, അങ്ങനെ ഡോക്ടർ വന്ദനാദാസിന്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ ഒരു ആശുപത്രി വേണം എന്നുള്ളത്. ഇപ്പോൾ അത് മാതാപിതാക്കൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ?
തീർച്ചയായിട്ടും വന്ദനയുടെ വലിയൊരു സ്വപ്നമായിരുന്നു തന്റെ നാട്ടിൽ തന്നെയുള്ള ആളുകൾക്ക്, സാധാരണക്കാരായുള്ള ആളുകൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുക, അതും കൂടുതൽ ചെലവുകളൊന്നുമില്ലാതെ ഒരു മികച്ച സേവനം, ആശുപത്രി സേവനം ലഭ്യമാക്കുക എന്നുള്ളത്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് അവിചാരിതമായി ആ ഒരു ദാരുണ സംഭവം ഉണ്ടായി വന്ദനയ്ക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടി വന്നത്. എന്തായാലും അവളുടെ സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. അത് ഏറ്റെടുത്ത് മാതാപിതാക്കൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത്. നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ ആലപ്പുഴയിലെ തൃക്കുന്നത്ത് പുഴയിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്തുരുത്തിയിൽ സ്വന്തം നാട്ടിൽ തന്നെ മധുരവേലി എന്ന് പറയുന്ന സ്ഥലത്ത് 6 കിടത്തി ചികിത്സ അടക്കം ഉൾപ്പെടെ 6 ബെഡുകളോടുകൂടി ഒരു ചെറിയ സംരംഭമാണെങ്കിലും ഒരു ആശുപത്രി, വന്ദനാദാസിന്റെ പേരിൽ ഒരു ആശുപത്രി ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് മന്ത്രി VN വാസവൻ ഔദ്യോഗികമായി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ചെറിയൊരു സംരംഭമാണ്, ചെറിയ 6 ബെഡുകൾ മാത്രമേ ഉള്ളൂ, ഡോക്ടർമാരുമുണ്ട്. എന്നാൽ അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഭാവിയിൽ വിപുലമായിട്ടുള്ള ഒരു ആശുപത്രിയായി മാറ്റാനുള്ള ഒരു തീരുമാനം കൂടി ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നാണ് മന്ത്രി VN വാസവനും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണ, നമ്മുടെ വലിയപറമ്പ് തൃക്കുന്നപ്പുഴയിലായിരുന്നു ആദ്യ ആശുപത്രി ഉദ്ഘാടനം. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്, അന്നത്തെ ഗവർണർ. അപ്പോൾ അവിടെ ഞാനും പോയിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളോട് ഈയിടെ അദ്ദേഹം 24 സന്ദർശിച്ചു ഡോക്ടർ വന്ദനയുടെ അച്ഛൻ മോഹൻദാസ്. അദ്ദേഹം നമ്മളോടൊരു കാര്യം പറഞ്ഞത്, ഈ ആശുപത്രി കൊണ്ടുപോയി, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ അങ്ങയുടെ കാലശേഷമൊക്കെ ഈ ആശുപത്രി കൊണ്ടു നടക്കുക, അതുപോലെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഡോക്ടേഴ്സ് ഉണ്ടാവുക, അതൊക്കെ വലിയ പാടല്ലേ, പ്രത്യേകിച്ച് പഞ്ചനക്ഷത്ര ആശുപത്രികളൊക്കെ വലിയ രീതിയിൽ വലസുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത് കൊണ്ട് നടക്കുക, വലിയ പാടായിരിക്കില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം നമ്മുടെ ആളുകളുടെ ഒരു സഹായം അദ്ദേഹം തേടുന്നത്, ഒരുപാട് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ സഹായിക്കാം. പിന്നെ ആളുകൾക്ക് ഒരു ത്യാഗത്തിൻ്റെ ഭാഗമായിട്ട്, സാക്രിഫൈസിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയി സർവീസ് നടത്താം. അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം ഒരു കണ്ണീർ ഓർമ്മയാണ് ഡോക്ടർ വന്ദന എന്ന് പറയുന്നത്. 50 തവണയാണ് ആ കുട്ടിയെ കുത്തിയത്. ആ താലൂക്ക് ആശുപത്രിയിലെ ആ രംഗം, അത് വാർത്തയിൽ ആദ്യം വായിക്കേണ്ട അവസ്ഥ വന്നതും എനിക്കാണ്. കാരണം ആ കുട്ടി തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ ആശുപത്രിയിൽ ആ കുട്ടിയുടെ മരണം സംഭവിച്ചു എന്ന് അവിടുത്തെ തന്നെ ഒരാൾ എന്നോട് ഫോണിൽ വിളിച്ച് പറയുമ്പോൾ എനിക്കൊരു 10 സെക്കൻഡ് സംസാരിക്കാൻ പറ്റിയില്ല, എന്താ പറയേണ്ടതെന്നുള്ളത്. ഞാൻ വിചാരിച്ച ആ കുട്ടി രക്ഷപ്പെടുമെന്ന്. പക്ഷെ വന്ദന നമ്മളെ വിട്ടുപോയി. അപ്പോൾ വന്ദനയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ ആശുപത്രിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ മാതാപിതാക്കൾക്ക് ഇനി അവരുടെ ജീവിതകാലത്ത് കണ്ണീര് തൂരില്ല. SKN ചില വീടുകളിലൊക്കെ സെൻ്ററാക്കി ലഹരി വിൽപ്പനയുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയാണ് നടത്തുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അതിന് സർക്കാർ നടപടി വേണം. അരിഗോവിന്ദ് ഒരു കാര്യം ചെയ്യണം, അത് അരിഗോവിന്ദിന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഈ കാര്യം അറിയിച്ചു കൊടുക്കണം. കാരണം കുട്ടികൾക്ക് വിതരണം ചെയ്യാനായി മയക്കുമരുന്നും മറ്റുള്ള മദ്യവും ഒക്കെ അവിടെ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അപകടം പിടിച്ച വഴിയാണ്. ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ടാ? കൊല്ലത്തേക്ക് പോകണം അല്ലേ? ഓക്കെ. SKN40 ജ്യോതിർഗമയുടെ ഭാഗമായുള്ള കൊല്ലം ജില്ലയിലെ ബോധവൽക്കരണ പരിപാടികൾക്ക് ഇരവിപുരം സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ തുടക്കമായി. 100 കണക്കിന് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കൊല്ലം രൂപത എഡ്യൂക്കേഷണൽ സെക്രട്ടറി റവറന്റ് ഫാദർ ബിനു തോമസ് B പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ കൂടി ഉൾക്കൊള്ളിച്ച് ലഹരിക്കെതിരായ പോരാട്ടമാണ് SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയ. കൊല്ലം ജില്ലയിലെ രണ്ടാം ഘട്ട ബോധവൽക്കരണ യജ്ഞത്തിന് ഇരവിപുരം സെന്റ് ജോൺസ് HS തുടക്കമായി. ലഹരിക്കെതിരായ SKNന്റെയും 24ന്റെയും പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി അണിചേരുമെന്ന് കൊല്ലം രൂപത എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറന്റ് ഫാദർ ബിനു തോമസ് B പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ലഹരി എന്ന രാസവസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് തിരിച്ചറിയുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും നിങ്ങളുടെ കൂടെയുള്ളവരെയും നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെയും അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുവാനും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. ലഹരി വിരുദ്ധ പ്രതിജ്ഞ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ S വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. ഞങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ നിങ്ങൾ തരുന്ന ഓരോ പരാതിയും അതീവ ഗൗരവത്തോടെ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. 9447178000 9447178000 എന്ന ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണറുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്തു പരാതിയും ഇടാം. SKN40 ജ്യോതിർഗമയ ഭാവി കേരളത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ അജിത് ജോസ്. സമൂഹത്തെയും മനുഷ്യനെയും കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് എന്ന മഹാവിപത്താണ്. ഈ മഹാവിപത്തിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിന് നമ്മൾ ഓരോരുത്തരും പോരാളികളായി പടച്ചിട്ട് അണിഞ്ഞ്
സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിനുലാൽ, അധ്യാപക പ്രതിനിധി കിരൺ ക്രിസ്റ്റഫർ, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി അലിയ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലഹരിക്കെതിരെയുള്ള ലഘുലേഖ വിതരണം ചെയ്തു. കൊല്ലം. കൊല്ലത്തെ പരിപാടി നന്നായി, ഇരുവിരുദ്ധർക്ക് ഒരു ആശംസ. മോഹൻ പറയുന്നത് ഇത് 1 വർഷം നീളുന്ന ലഹരി വിരുദ്ധ പരിപാടിയാണോ? എത്ര കാലമായിട്ട് നമ്മൾ പറയാണ് മോഹൻ, ഇത് 1 കൊല്ലം നീണ്ടുപോകുമെന്ന് മാത്രമല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ രാസലഹരിക്കാരനും ഈ നാട് വിട്ടുപോകുന്നത് വരെ നമ്മൾ ഈ സന്ധിയില്ലാത്ത പോരാട്ടം തുടരും. മയക്കുമരുന്ന് മഹാവിപത്ത്. മൈൻഡ് ഇറ്റ്. അപ്പോൾ നമ്മളിനി കൃഷ്ണ മറ്റൊരു വാർത്തയിലേക്ക്. അപ്പോൾ നമ്മൾ മയക്കുമരുന്നിനെതിരെ പലതരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. പിടിച്ചിരുത്തി ക്ലാസ് എടുക്കുന്നത്, സെമിനാറുകൾ എടുക്കുന്നത്. പക്ഷെ ഒരു വെറൈറ്റി ബോധവൽക്കരണ പരിപാടി അതാണ് വേണ്ടത്. അതെ, കാര്യം ഇപ്പോൾ ആൾക്കാർ സ്ഥിരം പരിപാടിക്ക് ആളില്ല. മാത്രമല്ല വലിയ ഡ്യൂറേഷനിലും ഇല്ല. ഷോർട്ട് ഡ്യൂറേഷൻ, റിയൽ ഇഫക്റ്റ്, ഗുളിക പരിവ്. അപ്പോൾ നാടൻ പാട്ടിലൂടെ പുതുതലമുറയ്ക്ക് ലഹരിയുടെ ആപത്തുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഘമുണ്ട് അങ്ങ് തിരുവനന്തപുരത്ത്. SKN40 ജ്യോതിർഗമയുടെ ഭാഗമായി കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തില്ല അനീഷും സംഘവും അവതരിപ്പിച്ച ആ നാടൻ പാട്ട് നമുക്കൊന്ന് കാണാം. ന്റെയും ഫ്ലവേഴ്സിന്റെയും ഭാഗമായിട്ടാണ് നിങ്ങളുടെ സ്കൂളായ കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാം ഫ്ലവേഴ്സും 24 ഒക്കെ കാണുന്നവരാണോ? ഞങ്ങളുടെ ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നിങ്ങൾക്ക് വേണ്ടി ഒരു ലഹരി വിരുദ്ധ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ 2ാം ഘട്ടമാണ്. 1001 സ്കൂളുകളിലേക്ക് ഞങ്ങൾ എത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ സ്കൂളിലേക്കും എത്തിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു പെർഫോമൻസുമായി എത്തുന്നത് ഈ കിളിമാനൂരിൽ തന്നെ ഒരു നാടൻപാട്ട് കലാകാരിയായിട്ടുള്ള തില്ല അനീഷും സംഘവുമാണ്. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ നമ്മുടെ നാടിന് ലഹരി വേണ്ട എന്നുള്ള കൂട്ടത്തിലായിരിക്കും നിങ്ങൾ എല്ലാവരും എന്നറിയാം അല്ലേ? നമ്മുടെ നാടിന് ലഹരി വേണോ? വേണ്ട. അപ്പൊ ഞങ്ങൾ ഇന്ന് പ്രതികരിക്കാൻ പോകുന്നത് ഈ ഒരു ലഹരി വേണ്ടേ വേണ്ട എന്നുള്ളത് ഉച്ചത്തിൽ പറയാൻ പോകുന്നത് പാട്ടുകൾ പാടിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഒത്തുചേരില്ലേ? പറയാനൊരു മനസ്സൊന്നു കാട്ടൂ. പൊന്മകനെ നല്ല കൂട്ടരോടാ പാട് പൊന്മകനെ വേണ്ട ലഹരികള്. നില്ല് പൊന്മകനെ നല്ല കൂട്ടരോടായ പാട് പൊന്മകനെ നല്ല കൂട്ടരോടായ. നില്ല് പൊന്മകനെ നല്ല കൂട്ടരോടായ പാട് പൊന്മകനെ വേണ്ട ലഹരികള്. ഇരുളിൻ മറവിലല്ലോ ലഹരികൾ തുള്ളണത്. നീരാളി കൈകളുമായി ലഹരികൾ തുള്ളി വരുന്നേ. നില്ല് പൊന്മകനെ നല്ല കൂട്ടരോടായി പാട് പൊന്മകനെ വേണ്ട ലഹരികള്. തുള്ളി മറഞ്ഞിടുമ്പോൾ ഏതൊന്നും ഞാൻ അറിഞ്ഞില്ല. നല്ലൊരു കാലമെല്ലാം ലഹരിയും കൊണ്ടെങ്ങും പോയേ. തുള്ളി മറഞ്ഞിടുമ്പോൾ ഏതൊന്നും ഞാൻ അറിഞ്ഞില്ല. നല്ലൊരു കാലമെല്ലാം ലഹരിയും കൊണ്ടെങ്ങും പോയേ. ചൊല്ല് 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 ലഹരികളൊന്നും വേണ്ട. ചൊല്ല് 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 ലഹരികളൊന്നും വേണ്ട. നാടായ നാടെല്ലാം ലഹരി എതിർക്കും.
ഓടിക്കെടുത്തും നില്ല് പൊന്മകനെ നല്ല കൂട്ടരോടാ പാട് പൊന്മകനെ വേണ്ട ലഹരികള് നില്ല് പൊന്മകനെ നല്ല കൂട്ടരോടാ പാട് പൊന്മകനെ വേണ്ട ലഹരികള്. നമ്മുടെ ആതിര മുക്കം പറയുന്നു ജ്യോതിർഗമയ വിജയകരമായി മുന്നേറട്ടെ. ഒരുപാട് പ്രേക്ഷകർ ഇതിന് അണിചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അപ്പം നമുക്ക് ഒന്നിച്ചുള്ള ഈ ബോധവൽക്കരണമായിരിക്കണം ഈ ഒരു കൊല്ലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ചില പ്രേക്ഷകരൊക്കെ സംശയം ചോദിക്കുന്നു, എന്തിനാണ് ഈ പരിപാടിക്ക് ഈ ലഹരി വിരുദ്ധ യജ്ഞത്തിന് നിങ്ങൾ ജ്യോതിർഗമയ എന്ന് പേരിട്ട്? തമസവുമാ ഇരുട്ടുമായണം, ജ്യോതിർഗമയ വെളിച്ചത്തിലേക്ക് കയറണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പോൾ ജ്യോതിർഗമയ തുടരുകയാണ്. അപ്പോൾ ലഹരിക്ക് വിധേയപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരിക്കലും നമുക്ക് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ട്. അങ്ങനെ ഒരു തോന്നലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കാണണം. അങ്ങനെയുള്ളവർക്ക് വഴികാട്ടിയാവുകയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി ഡോക്ടർ ആർ സരുൺകുമാർ. ലഹരിക്ക് കീഴ്പ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിന്റെയും മനോഹരമായ അതിജീവനത്തിന്റെയും കഥ പറയുകയാണ് ഇന്ന് ലഹരിക്കെതിരെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡോക്ടർ സരുൺ. പതിനെട്ടാം വയസ്സ് മുതൽ 25 വയസ്സുവരെ യൗവനകാലം മുഴുവനായും നശിപ്പിച്ച ലഹരിയെക്കുറിച്ച് പറയാനുണ്ട് സരുണിന്. മദ്യപാനശീലം കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സ്വപ്നങ്ങൾ വഴിമുട്ടി. എല്ലാത്തിനും പരിഹാരമായി ആത്മഹത്യയെന്ന എളുപ്പ വഴിയെ കണ്ടു. ഞാൻ ചെന്നൈ നഗരം ആദ്യമായി കാണുന്നത് മദ്യപിച്ച അബോധാവസ്ഥയിൽ മധുരയിൽ ചെന്നിറങ്ങി. അവിടെ നിന്നും പിന്നീട് ട്രെയിൻ മാറിക്കയറി പിറ്റേന്ന് രാവിലെ അബോധാവസ്ഥയിൽ ചെന്നൈ നഗരത്തിൽ ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിലാണെന്ന് പറഞ്ഞ് കയറിയിട്ട് തിരിച്ച് ഞാൻ ചെന്നിറങ്ങുന്നത് ചെന്നൈയിലാണ്. അതുപോലെയുള്ള 100 ദുരനുഭവങ്ങളുണ്ട്. ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത 100 ദുരനുഭവങ്ങളുണ്ട്. എന്നെ ജീവിതത്തിലേക്ക് മാറ്റിയെടുത്തത് ഡോക്ടർ ജോൺസ് കെ മംഗലം, തൃശ്ശൂർ ജില്ലയിലെ പുനർജനി എന്ന് പറയുന്ന ഒരു ലഹരി വിമോചന കേന്ദ്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ വാക്കാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവന്നത്. ഒന്നുകിൽ നീ മരിക്കുക, അല്ലെങ്കിൽ നീ ജീവിക്കുക. ഇതിലേതാണ് നിനക്ക് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. ഒടുവിൽ വൈകി വന്ന തിരിച്ചറിവിൽ ആത്മഹത്യാ കയത്തിൽ നിന്ന് തിരികെ കയറി വരുമ്പോൾ അയാൾ ഒരു പ്രതിജ്ഞയെടുത്തു. ഇനി ലഹരിയുടെ വഴിയിലേക്കില്ല, ഒപ്പം ഒരു ആഗ്രഹം കൂടെ, ലഹരിക്കെതിരെ പോരാടണം. അന്ന് ആരുടെയൊക്കെ കാരുണ്യത്താൽ ഒരുപക്ഷെ വേണ്ടി ഒരു നിയോഗമായിട്ടൊരു പക്ഷേ എന്നെ അന്ന് ഈ മേഖലയിലൂടെയൊക്കെ അനുഭവിപ്പിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാകണം എനിക്ക് നിങ്ങളോട് ഇത് തുറന്ന് പറയാനായിട്ട് മടിയില്ലാത്തത്. ലഹരിക്കടിമപ്പെട്ട 7000-ലധികം മനുഷ്യരിലേക്കാണ് അതിനുശേഷം സരുൺ കയറി ചെന്നത്. ലഹരിക്കപ്പുറത്തേക്കുള്ള ജീവിതം കാണിച്ചു കൊടുത്തത്. ഒരു നിയോഗമെന്ന പോലെ തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഭാഗമായാണ് സരുൺ ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ജീവിതവും അനുഭവങ്ങളെയും ഇതിവൃത്തമാക്കി ഒരു പുതിയ പുസ്തകം വരുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ വിശേഷം. ഭ്രമം, പ്രണയം, പ്രതീക്ഷ എന്ന പേര് നൽകിയ പുസ്തകം താൻ നേരിട്ട തിക്താനുഭവങ്ങളുടെ നേർസാക്ഷ്യമെന്ന് സരുൺ പറയുന്നു. ലഹരിയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച വർഷങ്ങൾ കൊണ്ട് 250-ലധികം പുരസ്കാരങ്ങളും ഓണററി ഡോക്ടറേറ്റും നേടിയെടുത്തുവെന്നതും അഭിമാനം. 24 തിരുവനന്തപുരം. അദ്ദേഹത്തിന് ഡോക്ടർ സരുണിന് നേർവഴിക്ക് കൊണ്ടുവന്ന ജോൺസ് കെ മംഗലം അദ്ദേഹം മരിച്ചു. അപ്പോൾ നമുക്ക് സങ്കടകരമായ കാര്യമാണ്. അദ്ദേഹം നമ്മുടെ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല തൃശ്ശൂർ ശ്രീകൃഷ്ണവർമ്മ കോളേജിലെ അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുനർജനി എന്നാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ലഹരിക്ക് ചികിത്സയ്ക്കായിട്ട് പോയിട്ട് അതിൽ നിന്ന് മുക്തരായിട്ടുണ്ട്, ലഹരിയിൽ നിന്ന് മുക്തരായിട്ടുണ്ട്. അപ്പം അത് എന്തായാലും നമുക്ക് ആശ്വാസമുള്ള കാര്യമാണ്. മാത്രമല്ല എപ്പോഴും ഈ ലഹരി അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ അഡിക്ഷൻസ് തിരിച്ചു സ്ഥലത്താണ്. അപ്പൊ ഇങ്ങനെ തിരിച്ചു വരണമെങ്കിലേ അതിനൊരു പുസ്തകത്തിന്റെ പേര് കേൾക്കണോ? കുടിയന്റെ കുമ്പസാരം, കൺഫെഷൻ ഓഫ് എ കുടിയൻ. ഓക്കെ, പറയും പറഞ്ഞത് ഇതാണ്. അപ്പം നമ്മൾ തിരിച്ചു വരണമെങ്കിൽ നമുക്കും കൂടി ഒരു ആഗ്രഹം വേണം ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന്. അപ്പം നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയാലും ഒക്കെ പെട്ടെന്ന് തിരിച്ചു വരുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം അവർക്ക് ആ ഒരു തോന്നലുണ്ടാവണം എന്നുള്ളത്. അതിനകത്ത് എടുത്തു വരേണ്ട ഒരു കാര്യം, കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ ഇപ്പം മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും രാസലഹരിക്ക് അടിപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്കിനി ജീവിതമില്ല, എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കാനും പാടില്ല. ഇതിന് ചികിത്സയുണ്ട്, നമുക്ക് കൗൺസിലിംഗ് നടത്താൻ പറ്റും, ഇതിൽ നിന്ന് മടങ്ങി വരാൻ പറ്റും. പക്ഷേ മടങ്ങി വരാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം വേണം, ഒരു തീരുമാനം വേണം, ഒരു നിശ്ചയദാർഢ്യം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയും. ഇല്ലെങ്കിൽ ജീവിതം പോയി എന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി.
അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ആ തിരിച്ചറിവാണ്, ഇൻസൈറ്റ് ആണ്. നമ്മൾ ഇരുട്ടിലാണ് എന്നുള്ളത്, ഒരു പ്രകാശമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആ പ്രകാശത്തിലേക്ക് എത്താൻ അതല്ല, ഇപ്പൊ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതെന്ന്. അപ്പൊ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താണെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഇതിന്റെ ദൂഷ്യവശങ്ങൾ ഇതാണെന്ന് മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം. ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് നിർബന്ധമായിട്ട് പറയുന്നത് ഞായറാഴ്ച ദിവസം 2 മണിക്കൂർ ഈ പരിപാടിക്കായിട്ട് കളയണം, അല്ലെങ്കിൽ ജീവിതത്തിലെ മണിക്കൂറുകൾ മൊത്തം ഇല്ലാതാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ്, പ്രത്യേകിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവും ഒക്കെ തന്നെ പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ. വാർത്തയല്ല, ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ച് പങ്കാളികളായ കുറച്ച് ചെറുപ്പക്കാരുണ്ട് വയനാട് പുത്തുമലയിൽ. ഇവർ ഫോണിൽ നിർമ്മിച്ച ഒരു ചിത്രം ജില്ലാ പോലീസ് മേധാവിയുടെ ഉൾപ്പെടെ ഒരുപാട് പേരുടെ പ്രശംസ നേടിയിട്ടുണ്ട്. അവനാൽ അവൻ പോലും അറിയാതെ അവൻ പുത്തുമലക്കാരായ അനീസും അഭിനേഷും രാജേഷും അരുണും വിഷ്ണുവും സുനിലും ഉൾപ്പെടെ 10-ലേറെ വരുന്ന ചെറുപ്പക്കാർ സ്വപ്നം കാണുന്നത് സിനിമയാണ്. പലതരത്തിലുള്ള ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിച്ച് ഇവർ അതിലേക്കുള്ള വഴി തേടുന്നു. ബിഗിൻ വേഴ്സ് എന്ന പേരുള്ള ഈ സംഘം ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയത് ഒരു ഹ്രസ്വചിത്രത്തിലൂടെ. ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം ഫോണിനെ ആശ്രയിച്ചായിരുന്നു. നമുക്ക് ഓൾറെഡി ഒരു സൈക്കിൾ എന്നുള്ളൊരു ക്യാരക്ടറിനെ വെച്ചിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു തോട്ടം കൂടി വന്നത്, ലഹരീൻ്റെ. അപ്പോൾ ലഹരി ഇതും കൂടി ആയിട്ട് നമ്മളൊന്ന് മെർജ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഇത് പെട്ടെന്നുള്ളത് കൊണ്ട് ഒരു ദിവസം കൊണ്ട് രാവിലെ പോയി ഷൂട്ട് ചെയ്ത് മൊബൈൽ തന്നെ എഡിറ്റ് ചെയ്ത് ഒരു 2 നൈറ്റ് എടുത്ത് ക്ലിയർ ചെയ്തതാണ്. ഇപ്പോൾ പുത്തുമലയിലെ കാശ്മീർ എന്ന പ്രദേശത്തായിരുന്നു ഷൂട്ടിംഗ്. ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കി. ഇപ്പോൾ നമ്മൾ ന്യൂസിലും ഇതിലൊക്കെ കാണുന്നത് തന്നെയാണതല്ലോ, കൂടുതൽ അഡിക്റ്റ് ആകുന്ന കുട്ടികൾ. അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും ഇതാണ് ഡ്രഗ്സ് യൂസ് ചെയ്ത് മാതാപിതാക്കളെ ഇതാക്കുക. അപ്പോൾ അതിനോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അതിനെ എതിർക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണത്. കൂട്ടത്തിൽ വിദ്യാർത്ഥികളുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫീൽഡിൽ, അതായത് ഫിലിം ഫീൽഡ് എങ്ങനെയെങ്കിലും ബിഗ് സ്ക്രീനിലെത്തുക, പിന്നെ നമ്മളുടെ ഗ്രൂപ്പായി ബിഗിൻ ബേസ് ഒരു ടോപ്പിലെത്തിക്കുക, അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ തരുന്നത്. നമ്മൾ ഇത് കൂടാണ്ട് പലതരത്തിലുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരായ പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനമാണ് ഈ യുവാക്കൾ നടത്തുന്നത്. അതിനായി പരമാവധി ലഘുചിത്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുമെന്നും ഇവർ പറയുന്നു. വയനാട്. പ്രവിധ നമ്മുടെ അലി അക്ബർ എന്നുള്ള സ്ഥിരം പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നു, സ്കൂളുകളിൽ 24 നടത്തുന്ന ബോധവൽക്കരണം വളരെയേറെ പ്രയോജനം ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അടുത്ത തലമുറയുടെ അവകാശികളിൽ ലഹരിക്കെതിരെ ഒരു അവബോധമുണ്ടാക്കാൻ ഈ പരിപാടികൾക്ക് കഴിയും. അതുതന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത് മാത്രമല്ല, നമ്മുടെ SKN40 1ാം ഘട്ടം വലിയ വിജയമായി. സംസ്ഥാന സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി വലിയ മന്ത്രിതല മീറ്റിംഗ് ഒക്കെ നടത്തി. ഒരുപക്ഷെ ഒരു പ്രൈവറ്റ് ടെലിവിഷൻ ചാനലും സ്വപ്നം കാണാത്ത ലെവലായിരുന്നു മുഖ്യമന്ത്രി ആ കാര്യത്തെ കൈകാര്യം ചെയ്ത്. എക്സൈസ് വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ചീഫ് സെക്രട്ടറിയും അതുപോലെ എക്സൈസ് കമ്മീഷണറും DGP ഉൾപ്പെടെയുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി വിളിച്ചിട്ട് എല്ലാ ആഴ്ചയും അതിൻ്റെ റിപ്പോർട്ട് തേടുന്നുണ്ട്. അത് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമെന്നാണ്. അത്തരമൊരു നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരുണ്ട്, ജനങ്ങളുണ്ട്, നമ്മളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നാൽ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് ചേരുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വപ്നം പൂവണിയും. അതെ, തീർച്ചയായിട്ടും. അപ്പം സ്വപ്നം പൂവണിയാൻ നിങ്ങളുടെ ശ്രമം ഉണ്ടാകണം. 2 മണിക്കൂർ, അത് കുട്ടികൾ ആ സമയത്ത് പഠിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചില ആൾക്കാർ എനിക്ക് പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് മുറിക്കകത്ത് കയറി മൊബൈലും കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ കുത്താൻ സമ്മതിക്കേണ്ട, നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. 2 മണിക്കൂർ നമ്മുടെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് 10-70 ലക്ഷം കുട്ടികൾ കേരളത്തിലുണ്ട്. ഈ കുട്ടികളൊക്കെ തന്നെ നേർവഴിക്ക് പോകണമെന്ന് നമുക്ക് തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ ഇതിനായി ചിലവാക്കട്ടെ. അപ്പം നിങ്ങൾക്ക് പരസ്യം കിട്ടുമല്ലോ എന്നൊന്നും ചിന്തിച്ചു കളയരുത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ പരസ്യം ഉണ്ടാക്കുക മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം. പരസ്യം വേണം ചാനൽ നിൽക്കാൻ. നമുക്ക് അതിനപ്പുറം ഒരു കാര്യം, ഒരു തീരുമാനമുണ്ട് ഈ കാര്യത്തിൽ. ലഹരി വിരുദ്ധമാകണം കേരളം, അത്രയും. മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഐഡിയ നിങ്ങൾക്ക് പറയാം. സ്കൂൾ കുട്ടികൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകും ഈ ജ്യോതിർഗമി. അതുകൊണ്ട് കുട്ടികളൊക്കെ ഈ എല്ലാ ഞായറാഴ്ചയും 11 മണിക്ക് കൃത്യം അവിടെ ഇരിക്കണം. അവിടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. താനൂർ DYSP P പ്രമോദാണ് ഉദ്ഘാടനം ചെയ്തത്. ആ കാഴ്ചകളിലേക്ക്.
അരുളും അന്ത്യനാളിൽ നാഥൻ നീയല്ലോ. ലഹരിക്കെതിരെ പോരാളികളായി മുന്നിൽ നിൽക്കേണ്ടത് വിദ്യാർത്ഥികളാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് SKN40 രണ്ടാം ഘട്ട യജ്ഞം ജ്യോതിർഗമയ MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മലപ്പുറം ജില്ലയിലെ തുടക്കം. ഒരു സമൂഹത്തെ തന്നെ ലഹരി ഇല്ലാതാക്കുമെന്ന് പുതുതലമുറയെ ബോധവൽക്കരിച്ച് താനൂർ DYSP P പ്രമോദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പരിപാടിയായിട്ട് നമ്മുടെ ക്യാമ്പസിൽ വന്ന് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം ലോഞ്ചിങ് നടത്തുന്ന ഈ അവസരത്തിൽ നമുക്ക് 24 ചാനലിനോടും അതുപോലെ നമ്മുടെ കേരളത്തിലെ എല്ലാവരോടും നമുക്കൊരു ഉറപ്പാണ് കൊടുക്കാനുള്ളത്. ഞാൻ എന്ന വ്യക്തി ലഹരി ഉപയോഗിക്കില്ല. എന്ത് സാഹചര്യങ്ങൾ വന്നാലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല. അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസിൽ ഞാൻ പങ്കെടുക്കും. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ശ്രുത വൈഷ്ണവ മുഖ്യാതിഥിയായി. കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന്. മല്ലികവാടത്തെ അമ്പുകളോ കൺമന തുമ്പുകളോ അമ്പിളി പൂവിതൽ അമ്പുകളോ പുഞ്ചിരി തുമ്പികളോ മുല്ല വളർമണി ചെണ്ടുകളോ നിന്മണി ചുണ്ടുകളോ തെറ്റെറിഞ്ഞെത്തുന്ന വണ്ടുകളോ മുൻമിന തുണ്ടുകളോ. അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ വിപിൻ സി വിജയൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. MSM സ്കൂൾ മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ്, PTA പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ, ഹെഡ് മാസ്റ്റർ S ദേവരാജൻ, 24 റിപ്പോർട്ടർ സമീർ ബിൻ കരീം തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം ലഹരിക്കെതിരെയുള്ള വിദ്യാർത്ഥികളുടെ നാടകം അരങ്ങേറി. മലപ്പുറം. മയക്കുമരുന്നിനെതിരെയുള്ള നമ്മുടെ ഈ കുരിശുയുദ്ധം നമ്മൾ തുടരുക തന്നെ ചെയ്യും. ജ്യോതിർഗമയുടെ ഇതേപോലെയുള്ള ഒരു എപ്പിസോഡ് ഇനി നമുക്ക് കാണാൻ കഴിയുക അടുത്ത ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മറ്റുള്ള ബുള്ളറ്റിനുകളിലൊക്കെ തന്നെ മയക്കുമരുന്നിനെതിരെയുള്ള വ്യാപകമായ പ്രചാരണ പരിപാടികൾ നമ്മൾ തുടരും. നമുക്കൊപ്പം അണിചേരുക. അധ്യാപകരും വിദ്യാർത്ഥികളും ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാത്ത പൊതുപ്രവർത്തകരും ഒക്കെ അണിചേരുക.